ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ ബംഗളൂരുവിലെത്തി പല വിധത്തിലുള്ള തെളിവുകൾ ശേഖരിച്ച് തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ ഇരയാക്കപ്പെട്ട പെൺകുട്ടികൾക്ക് ആർക്കും തന്നെ പരാതിയില്ല എന്ന് പറഞ്ഞ് പോലീസിനെ ആകപ്പാടെ നിരാശരാക്കിയപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നടി റിനി ആൻ ജോർജ് തന്നെ പരാതിയുമായി രംഗത്ത് വരുന്നു. സൈബറിടത്ത് തന്നെ അധിക്ഷേപിക്കുന്നു, തനിക്കെതിരെ ബോധപൂർവമായ കരുനീക്കങ്ങൾ നടത്തുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ സംഭാഷണങ്ങൾക്കോ അശ്ലീല ചുവയുള്ള മെസ്സേജുകൾക്കോ ഒന്നും തന്നെ പരാതി നൽകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ റിനി ഇപ്പോൾ DGPക്ക് പരാതി നൽകിയിരിക്കുന്നു, മുഖ്യമന്ത്രിക്കടക്കം. നടി റിനി ആൻ ജോർജിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കർശന നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശം DGP നൽകിയിരിക്കുന്നത്. ആരോപണ വിധേയർക്കെതിരെ കേസെടുക്കാനാണ് പോലീസ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. നടിയുടെ പരാതിയിൽ പറയുന്ന വ്യക്തികൾക്കെതിരെ പ്രത്യേകമായിട്ടായിരിക്കും കേസ്. അതിൽ പ്രധാനമായി ഉൾപ്പെട്ടിരിക്കുന്ന 3 പേർ, ഒന്ന് രാഹുൽ ഈശ്വർ, അടുത്തതായി മറുനാടൻ ഷാജൻ സ്കറിയ, മറ്റൊന്ന് ക്രൈം നന്ദകുമാർ. ഇവർക്കെതിരെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് അടക്കം ചുമത്താവുന്ന കുറ്റം പരാതിയിലുണ്ടെന്ന് പോലീസ് തന്നെ പറയുന്നു. കേസ് എവിടെ രജിസ്റ്റർ ചെയ്യും എന്നതിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയതിന് പിറകെയായിരുന്നു നടി റിനി ആൻ ജോർജിന് നേരെ സൈബർ ആക്രമണം അതിശക്തമായത്. അതിൽ പ്രധാനമായി എടുത്തു കാട്ടുന്നത് ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് നടി റിനി പരാതി നൽകുന്നില്ല എന്നാണ് പലരും ചോദിച്ചത്. കമൻറ്റുകളിലൂടെയും മറ്റും അധിക്ഷേപകരമായ പല പരാമർശങ്ങളും നടിക്കെതിരെ ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ശക്തമായി പിന്തുണയ്ക്കുന്നുവെന്ന് കാട്ടി തന്നെയാണ് രാഹുൽ ഈശ്വറിനെതിരെയും മറുനാടനെതിരെയും ഒക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു ജനപിന്തുണ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ആദ്യം കല്ലെറിഞ്ഞവരൊക്കെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരിക്കുന്നു. യുവ MLAക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾക്ക് പിറകെ തനിക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ അസഹനീയമാണെന്നും പലതരത്തിലുള്ള ഓൺലൈൻ ചാനലുകൾ ഇതിന് കൂട്ടുപിടിക്കുന്നുവെന്നും അതിൻ്റെ ലിങ്കുകളടക്കം മുഖ്യമന്ത്രിക്ക് റിനി ആൻ ജോർജ് പരാതിയായി സമർപ്പിക്കുകയായിരുന്നു. അപകീർത്തികരമായ പ്രചാരണം നടത്തി തന്നെ മോശക്കാരിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. മുഖ്യമന്ത്രിക്ക് പുറമെ എറണാകുളം റൂറൽ SP, മുനമ്പം DYSP എന്നിവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. പൊള്ളേണ്ടവർക്കൊക്കെ പൊള്ളി, അതാണ് തനിക്കെതിരെ നടക്കുന്ന ഈ പെയ്ഡ് സൈബർ ആക്രമണമെന്നാണ് റിനി ആൻ ജോർജ് പറഞ്ഞിരിക്കുന്നത്. നേരിട്ട് ആക്രമണം നടത്തുന്നവരെ മാത്രമല്ല, പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും കണ്ടെത്തണം. തന്നെ മാത്രമല്ല, തൻ്റെ പുരുഷ സുഹൃത്തുക്കളുടെ സ്വകാര്യതയെ പോലും ഇത് സാരമായി ബാധിക്കുന്നുവെന്നാണ് റിനി ആൻ ജോർജ് പറഞ്ഞിരിക്കുന്നത്. പൊതുവിൽ ഉയർത്തുന്ന പല വിഷയങ്ങളുണ്ട്. ഇതുവരെയും പ്രമുഖയല്ലാത്ത ഒരു നടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച് പ്രമുഖയായി മാറിയിരിക്കുന്നു, ഉദ്ഘാടന ചടങ്ങുകൾക്ക് വിളിക്കുന്നു എന്നിങ്ങനെയുള്ള പല കമൻറ്റുകളും റിനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ നിരന്തരമായി കാണുന്നുണ്ടായിരുന്നു. അതുകൂടാതെ അധിക്ഷേപകരമായിട്ടുള്ള പല പരാമർശങ്ങളും ഇക്കൂട്ടത്തിൽ പലരും കുറിക്കുന്നുണ്ടായിരുന്നു, സമൂഹമാധ്യമ ഉപഭോക്താക്കളൊക്കെ. സാധാരണക്കാരായ സ്ത്രീകൾ ഏത് രംഗത്തേക്ക് വരുമ്പോഴും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കാണിക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്നാണ് റിനി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നിയമവഴികളില്ല എന്നതിനർത്ഥം എല്ലാം പൂട്ടിക്കിട്ടിയെന്നല്ല, എന്നും പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലൂടെ റിനി ആൻ ജോർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന് പിറകെയാണ് നിയമ നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. രാഹുലിനെ അനുകൂലിക്കുന്നവർക്കെതിരെ പരാതി കൊടുത്തെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കുന്നില്ല എന്ന് നിലവിൽ പലരും ചോദിക്കുന്നുണ്ട്. രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമപരമായി തന്നെ ഇതിനെ നേരിടുമെന്നും പറഞ്ഞിട്ടുണ്ട്. നിലവിൽ പോലീസിന് പരാതി കിട്ടിയിട്ടുണ്ടായിരുന്നതിൽ വെച്ച് 10ഓളം പരാതികൾ കിട്ടിയതിൽ റിനി ആൻ ജോർജിനെതിരെയും അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി DGPക്കും മുഖ്യമന്ത്രിക്കും കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ റിനിക്കെതിരെ തിരിയുമെന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. താൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒരിക്കലും മാഞ്ഞു പോകുന്നതല്ല, അത് സത്യസന്ധമാണെന്ന് റിനിയും പറഞ്ഞു. ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക സംഘമാണ്, അന്വേഷണ സംഘമാണ് രാഹുലിനെതിരായിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നത്. DYSP ഷാജിക്കാണ് അന്വേഷണ ചുമതലയും. അന്വേഷണത്തിന് സൈബർ സംഘത്തെയും ചുമതലപ്പെടുത്തിയിരിക്കുന്നു. സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള സന്ദേശങ്ങളുടെയും കോളുകളുടെയും ആധികാരികത സംബന്ധിച്ചുള്ള വിവരങ്ങൾ തിരിച്ചറിയാനാണ് അന്വേഷണ സംഘത്തിൽ സൈബർ വിദഗ്ധരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് ശല്യം ചെയ്തു, ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ച് സന്ദേശം അയച്ചു, ഫോണിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി, ഇതൊക്കെയാണ് ക്രൈംബ്രാഞ്ച് FIRൽ പറയുന്നത്. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്ന കേസിൽ രാഹുലിനെതിരെ ക്രൈംബ്രാഞ്ച് സ്വമേധയായിരുന്നു കേസെടുത്തത്. പോലീസ് സ്വമേധയാ കേസെടുത്ത ശേഷം പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി. ഇതുവരെയും ആരോപണം ഉന്നയിച്ച സ്ത്രീകൾ ആരും തന്നെ നേരിട്ട് രാഹുലിനെതിരെ പരാതിയുമായി വന്നിട്ടില്ല. ഈ ഘട്ടത്തിൽ കൂടിയാണ് നേരിട്ട് ഇരകളെ കണ്ട് സംസാരിച്ച് തെളിവ് ശേഖരിച്ചിട്ടുണ്ട്, മൊഴി മാത്രം നൽകിയാൽ മതിയെന്ന് ക്രൈംബ്രാഞ്ച് ബോധിപ്പിച്ചത്. എന്നാൽ ഒരു തരത്തിലും നിയമ നടപടിയുമായി മുന്നോട്ടില്ല എന്ന് പരാതിക്കാർ തന്നെ പറഞ്ഞു. അവർക്ക് പരാതി പോലുമില്ല. അതിനിടെ രാഹുലിനെ മണ്ഡലത്തിൽ എത്തിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതു വിധേനയും രാഹുലിനെ മണ്ഡലത്തിൽ എത്തിക്കേണ്ടതുണ്ട് എന്നുള്ള അനിവാര്യത തന്നെയാണ് പ്രവർത്തകർ പറയുന്നത്. രാഹുലിന് വേണ്ടിയിട്ടുള്ള സുരക്ഷ ഒരുക്കാനായിട്ടാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്.
പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും രാഹുലിനെ സസ്പെൻഡ് ചെയ്തുവെന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു പ്രതിപക്ഷ നേതാവും നിയമസഭാ കക്ഷി നേതാവും കൂടിയായിട്ടുള്ള വി ഡി സതീശൻ സ്പീക്കറെ രേഖാമൂലം അറിയിച്ചത്. അടുത്ത ദിവസമാണ് സമ്മേളനം ആരംഭിക്കാനിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾ മാത്രം. അതിനിടയിലാണ് കത്ത് കൊടുത്തത്. ഒരു ജനപ്രതിനിധിയെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്താലോ മുന്നണിയിൽ നിന്നും പുറത്താക്കിയാലോ ആ വിവരം അത് സ്പീക്കറെ അറിയിക്കണം. അതൊരു കീഴ്വഴക്കമാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സ്പീക്കർക്ക് സതീശൻ കത്ത് കൊടുത്തത്. കത്ത് കിട്ടിയ സാഹചര്യത്തിൽ രാഹുൽ ഇനി സഭയിലെത്തിയാൽ ഒരു പ്രത്യേക ബ്ലോക്കായിരിക്കേണ്ടി വരും. കത്ത് ലഭിച്ച സാഹചര്യത്തിൽ രാഹുൽ സഭയിലെത്തിയാൽ ഒരു പ്രത്യേക ബ്ലോക്കായിരിക്കേണ്ടി വരും. LDF-നൊപ്പമോ UDF-നൊപ്പമോ അല്ലാതെ സഭയുടെ ചട്ടങ്ങൾ പരിശോധിച്ച് നിയമോപദേശം തേടിയ ശേഷം സ്പീക്കറായിരിക്കും ഇതിൽ അന്തിമ തീരുമാനമെടുക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുലിനെതിരായ നടപടി കോൺഗ്രസ് നേതൃത്വത്തിന് സൈബർ ആക്രമണം ഉൾപ്പെടെയുള്ള വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നു. രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ അതാണ് ഏവരും ചോദിക്കുന്നത്. എന്നാൽ അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം തീരുമാനമാണെന്ന് KPCC പ്രസിഡന്റ് തന്നെ പറഞ്ഞിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു MLA-യെ സഭയിൽ തടയാനുള്ള നിയമപരമായ സാധ്യതയില്ല. നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് തീരുമാനം ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് നിലവിൽ പ്രാഥമിക അംഗത്വം പോലും ഇല്ലാത്ത രാഹുലിനോട് എങ്ങനെയാണ് മാറി നിൽക്കാൻ പറയുന്നത്? അദ്ദേഹം മാറി നിൽക്കുന്നത് പ്രതിപക്ഷത്തിന് നല്ലതാണ് എന്നുള്ളൊരു വാദവും കോൺഗ്രസിൽ ഉയരുന്നുണ്ട്. അതിന് തന്നെയാണ് മുൻതൂക്കമുള്ളത്. രാഹുലിൻ്റെ നിലപാട് എന്ത് എന്നുള്ളതായിരിക്കും ഏറ്റവും ഒടുവിലത്തെ പരിഗണനയും. MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആർക്കും നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാം. അത് അവരുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്നും വിലക്കാനായി സാധിക്കില്ല എന്നാണ് കഴിഞ്ഞ ദിവസം UDF കൺവീനറായ അടൂർ പ്രകാശും പറഞ്ഞത്. പ്രത്യേക ബ്ലോക്ക് രാഹുലിന് നൽകുന്നെങ്കിൽ നൽകട്ടെ, രാഹുലിനെ അവഗണിക്കരുത് എന്ന് A ഗ്രൂപ്പിലെ ചില നേതാക്കളും ശുപാർശ മുന്നോട്ട് വച്ചിട്ടുണ്ട്. രാഹുൽ പങ്കെടുക്കുന്നതിൽ തടസ്സമില്ലെന്ന് സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. വിവാദ വിഷയങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യുന്നില്ല എന്നും ഒരു വിഭാഗം നേതാക്കളുടെ വിമർശനത്തിനിടയിൽ 15-ാം തീയതി തന്നെ KPCC നേതൃയോഗം വിളിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. നിയമസഭാ സമ്മേളനത്തിലെ ആദ്യ ദിവസം എങ്ങനെയെന്ന് നോക്കിയതിന് ശേഷമാണ് ഇന്ദിരാഭവനിൽ ഈ യോഗം ചേരുക. MLA എന്ന നിലയിൽ രാഹുലിന് സഭയിൽ വരാൻ സാങ്കേതികമായി ഒരു തടസ്സവുമില്ല. അദ്ദേഹം അതുകൊണ്ട് സ്വയം തീരുമാനിക്കട്ടെ എന്ന് ചെന്നിത്തല അടക്കം നിലപാട് സ്വീകരിച്ചു. 12 ദിവസത്തെ സമ്മേളനം തുടങ്ങാനായി തിങ്കളാഴ്ച സഭ ചേരാൻ പോവുകയാണ്. എന്നാൽ കോൺഗ്രസിന് അനുവദിക്കുന്ന സമയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രസംഗിക്കാനും സമയം അനുവദിക്കില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും 6 മാസത്തേക്കാണ് രാഹുലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. രാഹുൽ അവധിയെടുക്കണമെന്ന ഉറച്ച നിലപാട് പ്രതിപക്ഷ നേതാവ് നേരത്തെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. രാഹുൽ വരാതിരിക്കുന്നത് മുന്നണിക്കായിരിക്കും നല്ലത് ചെയ്യുന്നത്. കാരണം രാഹുൽ വന്നാൽ ശ്രദ്ധ മുഴുവൻ ഈ ആരോപണങ്ങളിലേക്ക് മാത്രം മാറും.